ഓക്കെ ഗേസ്, അപ്പോൾ കുറേ കാലമായിട്ട് വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല, വേറെ തിരക്കിൽ പെട്ടു. അപ്പോൾ റിസൾട്ടും വന്നു. അപ്പോൾ ഇപ്പം നേരെ ഗുരുവായൂർക്ക് പോവാണ്. റിസൾട്ട് നല്ലൊരു റിസൾട്ടാണ്. അപ്പോൾ എന്തായാലും അടിപൊളി, ഹാപ്പി വിത്ത് ദാറ്റ് റിസൾട്ട്. അപ്പോൾ നേരെ ഗുരുവായൂർക്ക് ഋതു വണ്ടി എത്തോ ഗുരുവായൂർ? നീ എത്തിക്കോ? വേറെ ഇപ്പോൾ വന്നിരിക്കുന്നത് തൃപ്രയാർ ക്ഷേത്രത്തിലാണ്. അതായത് തൃശ്ശൂരിൽ നിന്ന് കുറച്ച് 20 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു, കൃത്യമായിട്ട് അറിയില്ല. അവിടെയാണ് വന്നിരിക്കുന്നത്, ഗുരുവായൂർ പോണതിന് മുന്നേ. ഇവിടെ ഒരു വഴിപാടൊക്കെ ഉണ്ട്, അത് കാണിച്ചു തരാം. അവിടെ വീഡിയോ എടുക്കാൻ പറ്റും. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെ തൃപ്രയാറിന്ന് നേരെ ഗുരുവായൂരെത്തി. 24-26 കിലോമീറ്റർ ഉണ്ടായിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല. വാടാനപ്പള്ളി വഴി. അപ്പോൾ ഗുരുവായൂർ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി റൂം ബുക്ക് ചെയ്യല്ല, റൂം എടുക്കുക. നമുക്ക് പരിചയമുള്ള ഒരു ലോഡ്ജുണ്ട്, അവിടെ പോയി നോക്കാം, കിട്ടുമായിരിക്കും. അവിടെ കിട്ടിയില്ലെങ്കിൽ വേറെ അവിടെ. അപ്പോൾ അങ്ങനെ റൂം എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് തിരക്കില്ലെങ്കിൽ പോയി തൊഴുതാം. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തിരക്കുണ്ടാവാൻ നല്ല തിരക്കുണ്ട്. ഉമ്മറത്തോടെ വന്നപ്പോഴാണ് നല്ല തിരക്ക്. അപ്പോൾ പോയി നോക്കിയിട്ട് ബാക്കി. ഓക്കെ, അപ്പോൾ ഇന്നലെ റൂമിലൊക്കെ കയറി. പിന്നെ അമ്പലത്തിലോട്ട് ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ എൻ്റെ ഒരു ചാർജും ഏകദേശം കഴിയാനായി. അപ്പോൾ പിന്നെ അമ്പലത്തിലോട്ട് കൊണ്ടുപോയിട്ട് വലിയ കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല. പിന്നെ പോയി വരുന്ന സമയത്ത് രാത്രി 11-11:15 ഇവിടെ എത്തുമ്പോൾ. അപ്പോൾ പിന്നെ ആ സമയത്ത് ഭയങ്കര ഉറക്കത്തിൻ്റെ മൂഡായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ കിടന്നു. ഇപ്പോൾ രാവിലെ സമയം 5:40 രാവിലെ എണീറ്റു. ഓരോരുത്തർ ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞു ഇനി നേരെ വേറെ അടുത്തുള്ള ചെറിയ അമ്പലങ്ങളുണ്ട്, അവിടെയും കൂടെ പോവുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഇന്ന് ഉള്ളിൽ കയറി തൊഴുതാൻ പറ്റുമെന്നുള്ളതൊന്നും അറിയില്ല. ഗുരുവായൂർ മെയിൻ അമ്പലത്തിൽ. അപ്പോൾ അടുത്തുള്ള അമ്പലത്തിലൊക്കെ പോവുക. ഇന്നലെ തന്നെ എല്ലാം തൊഴുതലും പരിപാടികളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി നേരെ ചെറിയ അമ്പലത്തിൽ പോവുക. പിന്നെ പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുരുവായൂർ അമ്പലത്തിൽ വരുന്നവർ മിസ്സാക്കാൻ പാടില്ലാത്ത ഒരു ഇതാണ് ശിവേലി എന്ന് പറയുന്നത്. രാത്രി ഇന്നലെ 10 മണിക്കായിരുന്നു. ചില സ്പെഷ്യൽ ദിവസങ്ങളിൽ നേരത്തെ നടത്താറുണ്ടെന്നും അറിഞ്ഞു. അപ്പോൾ അത് കാണാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കാണുക. അത് കഴിഞ്ഞ് കഥകളിയൊക്കെ ഉണ്ടാവും, അത് ഒരുപാട് ലേറ്റ് ആവും. അപ്പോൾ ശിവേലി മിസ്സാക്കാൻ പാടില്ല. അപ്പോൾ വരുന്നവരുണ്ടെങ്കിൽ അത് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അടിപൊളിയായിരുന്നു ഇന്നലെ. അപ്പോൾ റെഡിയായി. ഇനി നേരെ താഴെ പോവുക, വണ്ടി എടുക്കുക. ഇതൊക്കെയാണ് മോർണിംഗ് സീൻസ്. രാവിലെ ഗുരുവായൂർ കാണാൻ പറ്റുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ്. പിന്നെ നേരെ വെങ്കടാചലപതി ആ അമ്പലത്തിലൊക്കെ പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെ നേരെ
രണ്ട് അമ്പലത്തിൽ പോയി, പാർത്ഥസാരഥി ആൻഡ് വെങ്കിടാചലപതി. അപ്പോൾ അവിടെ പോയി, അവിടെ ഉള്ളിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ അങ്ങനെ വെങ്കിടാചലപതി അമ്പലത്തിൽ പോയ സമയത്ത് അവിടെ കല്യാണമൊക്കെ നടക്കണ്ടായിരുന്നു. പിന്നെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ മെനക്കെടാം, അതുകൊണ്ട് ഉമ്മറത്തു നിന്നുള്ള മാത്രം വീഡിയോ എടുത്തുള്ളൂ. ഉള്ളിലും പ്രത്യേകിച്ച് അങ്ങനെ ഗുരുവായൂർ അമ്പലം പോലെ സ്പെഷ്യൽ എന്ന് പറയാനില്ല, പക്ഷെ നമ്മളെല്ലാം എല്ലാ പ്രാവശ്യം വരുമ്പോൾ പോകുന്നതുകൊണ്ട് പോയി എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഞാനും അനിയനും റൂമിൽ വന്നു, ബാഗ് പാക്ക് ചെയ്യാൻ വേണ്ടി വന്നു. അച്ഛനും അമ്മയും അമ്പലത്തിലാണ്, ഗുരുവായൂർ അമ്പലത്തിലാണ്. അവിടെ പോയിട്ട് അവിടെ പ്രസാദം കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പം ഞാൻ പ്രസാദം വാങ്ങിയിട്ട് വന്നു, പാൽപ്പായസം അത് വാങ്ങിയിട്ട് വന്നു. ഗുരുവായൂർ പാൽപ്പായസമാണ് സ്പെഷ്യൽ, അതായത് പ്രധാനം. അത് വാങ്ങിയിട്ട് വന്നു. ബാക്കി ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല. ബാഗൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു. അവർ വരുന്ന കഴിഞ്ഞാൽ 12:15 ആകുമ്പോഴേക്കും ഏകദേശം റൂം വെക്കേറ്റ് ചെയ്തിട്ട് നേരെ പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല, പിന്നെ നേരെ വീട്ടിൽ പോകുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഗുരുവായൂർ വരുന്ന ചെറിയൊരു വീഡിയോ ഒരു 10 മിനിറ്റിൽ ഒതുക്കിയെന്ന് തോന്നുന്നു. എനിവേ, ഞാൻ ഗുരുവായൂരിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടില്ല, കാരണം ഫോൺ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ വന്നു പോയി, അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.